യുഎസുമായുള്ള സൈനിക സംഘർഷം വീണ്ടും ആരംഭിച്ചാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിതീവ്രവും വിനാശകരവുമായ അത്യാധുനിക ആയുധങ്ങൾ പ്രയോഗിക്കുമെന്ന് ഇറാന്റെ കനത്ത മുന്നറിയിപ്പ്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് ഏജൻസിയാണ് IRGC വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഹുസൈൻ മൊഹബിയെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ തങ്ങൾ പ്രയോഗിക്കുന്ന ആയുധങ്ങളുടെ ശേഷിയും സാങ്കേതിക വിദ്യയും മുൻകാലങ്ങളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കുമെന്നാണ് മൊഹബി വ്യക്തമാക്കിയത്. IRGC വികസിപ്പിച്ച പുതിയ മിസൈലുകളിലെ പോർമുനകളുടെ പ്രഹരശേഷി മുൻ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചവയേക്കാൾ വളരെ കൂടുതലാണെന്നും ഇറാന്റെ ആയുധ നിർമ്മാണവും ശേഷി വർധനവും നിർബാധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് നിലവിലെ സാഹചര്യങ്ങൾ അനുകൂലമാണെന്ന് പ്രതികരിച്ചു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഈ വിലയിരുത്തൽ നടത്തിയത്. വരും ദിവസങ്ങളിൽ അനുയോജ്യമായ ഘട്ടത്തിൽ ഇറാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിച്ചേക്കാമെന്നും അദ്ദേഹം സൂചന നൽകി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് പുറപ്പെടുവിച്ച സാമ്പത്തിക ഉപരോധ ഭീഷണികൾ പാടെ ഇറാൻ തള്ളി. അമേരിക്ക പിന്തുടരുന്നത് പരാജയപ്പെട്ട നയങ്ങളാണെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ഇറാനിയൻ ജനങ്ങൾ കൂടുതൽ ശത്രുത വിളിച്ചു വരുത്താൻ മാത്രമാണ് ഉതകുന്നതെന്നും ഓർമ്മപ്പെടുത്തി. ഇറാനെതിരെ നവീകരിച്ചതും ശക്തവുമായ സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് പ്രതികരണം. മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സാമ്പത്തിക യുദ്ധവും ഒറ്റപ്പെടുത്തലും നേരിടേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി. സ്വന്തം രാജ്യത്ത് ട്രംപ് നേരിടുന്ന ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഉപരോധ പ്രഖ്യാപനമെന്നും അരാക്ചി പ്രതികരിച്ചു. ആഗോള ഭീകരവാദമാണ് നടത്തുന്നത്. ഇത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും സോഷ്യൽ മീഡിയ കുറിപ്പിൽ വ്യക്തമാക്കി. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഏകോപിത സാമ്പത്തിക ഒറ്റപ്പെടുത്തലാണ് ഇറാൻ ഇനി നേരിടാൻ പോകുന്നതെന്നാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞത്. ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന മറ്റു രാജ്യങ്ങളും കമ്പനികൾക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ട സമയം അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് മുന്നിൽ ഒഴിഞ്ഞുവെന്നും ബെസന്റ് ആവർത്തിക്കുകയുണ്ടായി. ഇവയെല്ലാം തള്ളുകയാണ് ഇറാൻ. ആയുധ ശേഖരത്തിൽ കുറവുണ്ടായതോടെ പോരാട്ടം തുടരുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾ കുറച്ച് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.